ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇനി പറയാൻ പോണ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വക ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് തല നനയ്ക്കാനായിട്ട് പാടില്ല. മുടി ഒട്ടും തന്നെ വെറ്റവാനായിട്ട് പാടില്ല, വിയർക്കാൻ പാടില്ല, കെട്ടിവെക്കാൻ പാടില്ല, പിന്നെ ഇടാൻ പാടില്ല, ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അത് പാർലറിൽ നിന്ന് എങ്ങനെ തരുന്നോ അതുപോലെ ഉടയാതെ നമ്മൾ കൊണ്ട് നടക്കണം. 3-ാമത്തെ ദിവസം മാത്രമേ നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. വീക്കിലി വൺസ് നമ്മൾ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ മന്ത്ലി ഒരു ഹെയർ സ്പാ എന്തായാലും നമ്മൾ ചെയ്യണം, അത് മുടങ്ങാതെ ചെയ്തിരിക്കണം. ഒരു 3 to 4 വീക്സ് നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മാക്സിമം ഓയിലിന്റെ യൂസേജ് കുറയ്ക്കുക. പിന്നെ നമുക്കൊരു സമാധാനത്തിന് ഒരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഇടുക, ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയുക. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ, കണ്ടീഷണർ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ സ്ട്രൈറ്റനിങ് ഒന്നും കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പരിപാടിക്ക് പോകരുത്. കളറിങ് അല്ലെങ്കിൽ ഹെന്ന യൂസ് ചെയ്യല് അതൊക്കെ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. ഓൾറെഡി നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തേക്കുവാണ്, അതിന്റെ മേൽ കൂടെ വേറെ വേറെ കാര്യങ്ങൾ ചെയ്ത് മുടി കൊളമാക്കരുത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ മുടിയെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഹെയർ ലോസ് ഒന്നും ഉണ്ടാവത്തില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുടി കിടക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ.